ദൈവത്തിന് മഹത്വം. പശ്ചാത്തല സംഗീതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അനുഭവങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന പാട്ടുകൾക്ക് എന്നും മാറ്റു കൂടുതലാണ്. നീറുന്ന അനുഭവത്തിലും കഷ്ടതയിലും ഒക്കെ ദൈവത്തിലുള്ള പ്രത്യാശ ഒട്ടും കൈവിടാതെ ഒരു ഭക്തൻ എഴുതിയ പാട്ടിൻ്റെ പശ്ചാത്തലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു 30 വർഷം പുറകോട്ട് പോവുകയാണ്. മാതാവും പിതാവും 3 മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. പിതാവാകട്ടെ സുവിശേഷകനും. സുവിശേഷ വേല ഇന്നത്തെ അപേക്ഷിച്ച് അന്ന് വളരെ കഷ്ടതയേറിയതായിരുന്നു. 10-15 പ്രായവ്യത്യാസമുള്ള 3 ആൺമക്കൾ. വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൊക്കെയാണ് കടന്നുപോയെങ്കിലും വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും ഇളയ കുട്ടിക്ക് കരപ്പൻ എന്നൊരു അസുഖം പിടിപെടുന്നു. ഏകദേശം 3 വയസ്സുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കരപ്പൻ എന്ന അസുഖത്തോടു കൂടി മഞ്ഞപ്പിത്തവും കൂടി കടന്നു വന്നാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കുടുംബം വളരെ മനോവിഷമത്തിലായി. അങ്ങനെ ഒരു വൈദ്യനെ സമീപിച്ചു. ഏറെ ചിലവ് വൈദ്യസഹായത്തിന് തന്നെ ആവശ്യമായി വന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ വീട്ടിലായിരുന്നു അന്ന് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. മഴക്കാലമാണെങ്കിൽ പറയേ വേണ്ട. ഒരു ദിവസം രാത്രി നല്ല മഴയുള്ളൊരു സമയം. രോഗാവസ്ഥയിലിരിക്കുന്ന മകൻ ഒരു ഭാഗത്ത്, വീടിൻ്റെ അവസ്ഥ മറ്റൊരു ഭാഗത്ത്. രോഗാവസ്ഥയിൽ കഴിയുന്ന മകന് നല്ലൊരു വീട് പോലും സജ്ജമാക്കി കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ചിന്ത ആ പിതാവിൻ്റെ ഹൃദയത്തിൽ വളരെയധികം വേട്ടയാടി. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വചനം പെട്ടെന്ന് കടന്നു വന്നു. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളരെ പ്രത്യാശ നൽകി. അദ്ദേഹം ഇങ്ങനെ എഴുതി: നിത്യതയിൽ എനിക്കായി നിത്യമാം ഭവനം താതനൊരുക്കി മോക്ഷ നഗരമതിൽ. പത്തനംതിട്ട ജില്ലയിലെ ഇലവന്തിട്ട സ്വദേശിയായ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ശ്രീ ജോൺ ഫിലിപ്പാണ് ഈ വരികൾ എഴുതിയത്. നിത്യമാം ഭവനം താതനൊരുക്കി മോക്ഷ നഗരമതിൽ സ്വർഗസിയോനിൽ മനോഹര ദേശത്തിൽ അളവു വീണതിനാൽ നല്ലൊരവകാശമെനിക്കു സ്വന്തം. വളരെ പ്രത്യാശ നൽകുന്ന ഒരു പഴയ ഗാനം. ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. ഇനി ഒരു നാൾ പ്രിയന്റെ കൂടെ വാനമേഘേ ഞാൻ പറന്നുയരും. ഏതാണ്ട് 34 വർഷത്തെ പഴക്കമുണ്ട് ഈ പാട്ടിന്. ഇതുകൂടാതെ വേറെയും പ്രശസ്തമായ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രിയ പിതാവ് കാണിച്ചു തന്ന മാതൃകയെ പ്രത്യാശയുടെ പാത പിന്തുടർന്നുകൊണ്ട് തലമുറകളൊക്കെ വിവിധ രീതിയിൽ വിവിധ ഇടങ്ങളിലായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറുമകളായ എനിക്കും ആ ഭാഗ്യം ലഭിച്ചു. നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന ആ നല്ല അവകാശത്തെ ഓർക്കുവാൻ ഈ ഗാനം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മഹത്വങ്ങൾ വെടിഞ്ഞു ജീവിതയാത്ര തുടരും. ലോകമെന്നും എന്നെ പകച്ചിടിലും ഈ മൺകൂടാരമാ ഭവനം വിട്ടു ഞാൻ പറന്നുയരും.